എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അതെ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ലൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇന്നലെ പൊങ്കലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊങ്കലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്കവർക്കും വട തയ്യാറാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം എത്ര അളവ് വേണം, അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ഇതുണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള തുള അതിന് കിട്ടുന്നുണ്ടോ വടയ്ക്ക് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതേ ആദ്യം തന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഉഴുന്നൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂറാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് അവിടെ ഇരുന്നിട്ടൊന്ന് റെഡി ആയോട്ടെ. അങ്ങനെ 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു 3 കൈപ്പിടി എന്നുള്ള അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്കുണ്ടല്ലോ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ വളരെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും കുറേശ്ശെ ഇട്ടിട്ട് വളരെ ഫൈനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളൊരു 3 പ്രാവശ്യം 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതേ ലാസ്റ്റത്തെ ബാറ്ററും കൂടി നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ അതേ എല്ലാം അതും ഇവിടെ അരച്ച് നല്ല ഫൈനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ ഇത് പൊന്തി കിടക്കും. അങ്ങനെ ഒരു ഇതിൽ പൊന്തി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റർ കറക്റ്റായി എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് വയ്ക്കാൻ മതി. അങ്ങനെ ദേ ഈ എല്ലാ അരപ്പും കറക്റ്റായി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പും അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണോളം റവയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ റവയും അതുപോലെ തന്നെ ഉപ്പും ആ ബാറ്ററിൽ നന്നായിട്ട് തന്നെ പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എല്ലാവിടേക്കും ഇത് മിക്സിങ് കറക്റ്റ് ആയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓവർനൈറ്റ് ആണ് ഇത് ഇനി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ രാവിലെ ഇത് സോക്ക് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ ഇതേപോലെ ഒന്ന് അടച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാവ് മാറ്റി വയ്ക്കണം. അങ്ങനെ അതേ നമ്മുടെ മാവൊക്കെ രാവിലെ ആയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് പൊന്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം എന്തേ നമ്മൾ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ സവോള ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് വളരെ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടത്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതേ ഒരു പച്ചമുളക് ഇതേപോലെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അത് ഞാനിവിടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയാൽ അതിൻ്റെ സൈഡൊക്കെ കണ്ടാൽ അറിയാം നന്നായിട്ട് തന്നെ പതഞ്ഞ് ഇത് പൊന്തി വന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇത്. അങ്ങനെ ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് നടന്നിട്ടുമുണ്ട് ഇതിന്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആ ബാറ്ററിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഓൾറെഡി തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അത് ഫെർമെൻറ്റേഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഇത്തിരിയും കൂടിയും എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നിങ്ങളും ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മിക്സിങ് ഒന്ന് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് പൊടിയൊന്ന് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 ടീസ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും അതിനെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതേ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഇനി നമുക്ക് വട തയ്യാറാക്കി എടുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതേ ഒരു ചട്ടിയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചട്ടിയുടെ മുക്കാൽ ഭാഗം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴല്ല നമുക്ക് ഇതിലേക്ക് ഈ ഒരു വട ഇതേപോലെ ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഈ വടയുടെ ബാറ്റർ കയ്യിലെടുക്കുമ്പോൾ ആദ്യം തന്നെ 2 കൈയും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം ഈ ഒരു മാവ് നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്നും കൂടി നമ്മൾ വിരലുമ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഇതിൻ്റെ നടുക്കിലൊന്ന് എന്താ പറയുക കുത്തി കൊടുത്താൽ കറക്റ്റായിട്ടുള്ള തുള നമുക്ക് കിട്ടും ചെയ്യും ട്ടോ. അപ്പോൾ അതേപോലെ നമ്മളൊന്ന് ചെയ്യണേ. ഇനി തീ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വടയുടെ മോൾഭാഗം പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും, പക്ഷെ ഉള്ളു വേവില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ ആദ്യത്തെ വടയൊക്കെ അതേ ഇവിടെ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമുക്ക് ബാക്കിയുള്ളതും കൂടിയും ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നില്ല, നമ്മൾ പക്ഷെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മളിവിടെ ഒരു 10 വടയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തുള്ളത്. അപ്പോൾ അതായത് 1 കപ്പ് ഉഴുന്ന് കൊണ്ട് നമ്മൾ ഇത്രയും 10 വടയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതേ നമുക്ക് ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഇതിൻ്റെ കൂടെ ദേ കുറച്ച് ചട്നിയും കൂടിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടെ സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.